മോർണിംഗ്. നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ കാൽക്കുലേഷന്റെ പുതിയ ഒരു യൂണിറ്റ് തുടങ്ങുകയാണ്. ചാപ്റ്ററിന്റെ പേര് മെൻസുറേഷൻ എന്നാണ്. ഈ ഒരു പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷെ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പഴയ ക്ലാസ്സുകളിൽ, ഹൈസ്കൂൾ ക്ലാസ്സുകൾ തൊട്ട് പഠിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ധാരാളം നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ആയാലും നിങ്ങളുടെ ഫീൽഡിലായാലും ഒക്കെ ധാരാളം അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതായത് ഈ മെൻസുറേഷൻ എന്നുള്ള ഈ ഒരു യൂണിറ്റ് ഏരിയ അതേപോലെ വോളിയം ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അത് മെൻസുറേഷൻ ഡീൽസ് വിത്ത് ദ ഏരിയ ആൻഡ് വോളിയം ഓഫ് ഡിഫറെന്റ് സർഫസസ് ആൻഡ് ഒബ്ജക്ട്സ്. എ ക്ലോസ്ഡ് two-dimensional figure is known as a plane figure, and the measurement of the surface of a closed plane figure is known as area, and the measurement of the surface occupied by a solid is known as volume. എന്ന് പറഞ്ഞാല് എന്താണ് ഏരിയ, എന്താണ് വോളിയം? ഏരിയ എന്നുള്ളത് എപ്പോഴും ഒരു two-dimensional ആയിട്ടുള്ള അളവാണ്. ഒരു ക്ലോസ്ഡ് ഫിഗർ, ക്ലോസ്ഡ് പ്ലെയിൻ ഫിഗർ, അതിൻ്റെ ഉള്ളിൽ എത്ര സ്ഥലമുണ്ട് അതിനാണ് നമ്മൾ ഏരിയ എന്ന് പറയുക. അപ്പൊ ഒരു ഫിഗർ ക്ലോസ് ആവണമെങ്കിൽ മിനിമം എത്ര വശങ്ങൾ വേണം? മിനിമം 3 വശങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഫിഗർ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ നമുക്ക് വരുന്നത് സർക്കിൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വശങ്ങളുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോ 3 വശങ്ങൾ തൊട്ട് മുകളിലോട്ട് വശങ്ങൾ എത്രയാവാം, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ എത്ര സ്പേസ് ഉണ്ട്, എത്ര സ്ഥലമുണ്ട്, അതിനാണ് നമ്മൾ അതിൻ്റെ ഏരിയ എന്ന് പറയാം. അപ്പൊ ക്ലോസ്ഡ് ആവണം. ഇതിന് നമ്മൾ ഓരോ പേരുകളും കൊടുക്കുന്നുണ്ട്. 3 വശമുള്ളവയ്ക്ക് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയും. 4 വശമുള്ളതിന് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ക്വാഡ്ര എന്ന് പറഞ്ഞാൽ 4 ആണ്. 5 വശമുള്ളതിന് പെന്റഗൺ, 6 വശമുള്ളതിന് ഹെക്സഗൺ, 7 വശമുള്ളതിന് ഹെപ്റ്റഗൺ, 8 വശമുള്ളതിന് ഒക്ടഗൺ, 9 വശമുള്ളതിന് നുനാഗൺ, 10 വശമുള്ളതിന് ഡെക്കാഗൺ. ഇങ്ങനത്തെ നമ്മൾ പേരുകൾ പറയും. അപ്പൊ ജനറലി നമ്മൾ പോളിഗൺസ് എന്ന് പറയും. അത് നമ്മളൊരു സാധാരണ പറയുമ്പോൾ 4 വശത്ത് കൂടുതലുള്ളതിനാണ് പോളിഗൺസ് എന്ന് പറയുക. ഇനി മൊത്തത്തിൽ പോളിഗൺ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. പക്ഷെ ജനറലി നമ്മൾ 4 വശത്തിൽ കൂടുതലുള്ളതിന് നമ്മൾ പോളിഗൺ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിനും ഓരോ പേരുകൾ നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് കൃത്യമായ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. അതേപോലെ വോളിയം എന്ന് പറയുമ്പോൾ ഒരു 3-dimensional ആയിട്ടുള്ള അളവാണ്. ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു, നീളവും വീതിയും ഉയരവും ഉള്ളത്. ഏരിയ ആകുമ്പോൾ നീളവും വീതിയും മാത്രമേ വരുള്ളൂ. ഏരിയ ആകുമ്പോൾ ഉയരവും കൂടി വരും. ഉയരം അല്ലെങ്കിൽ ഡെപ്ത്, ആഴം എന്നൊക്കെ പറയാം. നമുക്ക് 3 അളവുകൾ വരും. അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു,
അതിന് സ്പേസിൽ നിൽക്കാൻ എത്ര സ്ഥലം വേണം, ഇതാണ് നമ്മൾ അതിന്റെ വോളിയം എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഈ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ യൂണിറ്റുകൾ പറയുകയാണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് നമ്മൾ ഏത് അളവിലാണെങ്കിലും, ഇപ്പൊ മില്ലിമീറ്ററോ സെന്റിമീറ്ററോ മീറ്ററോ ഏതിലാണെങ്കിലും സ്ക്വയറിലായിരിക്കും അളവുണ്ടാവുക. കാരണം ബേസിക്കലി നീളം ഇൻറ്റു വീതി മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ യൂണിറ്റുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഏത് യൂണിറ്റിലാണെങ്കിലും അത് സ്ക്വയറിലായിരിക്കും ഉണ്ടാവുക. വോളിയം ആകുമ്പോൾ ക്യൂബിലായിരിക്കും വരിക, കാരണം നീളം വീതി ഉയരവും കൂടി വരുന്നതുകൊണ്ട് യൂണിറ്റും ക്യൂബിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൽ വേറെ ടേം വരുന്നത് എന്താണ്, പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ചുറ്റുള്ള അളവ്, പെരിമീറ്റർ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏരിയയിൽ വരിക. അങ്ങനെ വോളിയത്തിലാകുമ്പോൾ സർഫസ് ഏരിയ ഒക്കെ വേറെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വരുന്നത്, അതായത് മിനിമം 3 വശങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം വരുന്നത് 3 വശങ്ങളുള്ള ഫിഗർ ആണ്. അത് നമ്മൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറയും. ട്രയാങ്കിൾ, ട്രൈ എന്ന് പറഞ്ഞാൽ 3 ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 ആംഗിൾ. അപ്പം 3 വശങ്ങളും 3 ആംഗിളും എന്നതിനാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയാം. ഈ 3 വശങ്ങളുടെയും ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അതായത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രൈ മീൻസ് 3, hence triangle means 3-angled figure. For construction of a 3-angled figure, there should be 3 sides. Hence, triangle means 3-sided figure. Sum of the 3 angles of any triangle is 180 degree. Okay. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾസിനെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. അതിന്റെ വശങ്ങളൊക്കെ അനുസരിച്ച് പലതരത്തിലുള്ള ട്രയാങ്കിൾസ് ഉണ്ട്. ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ കാണാനുള്ളത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ജനറൽ ഇക്വേഷൻ. പെരിമീറ്റർ കാണാൻ 3 വശങ്ങളുടെ നീളങ്ങൾ കൂട്ടുക. ഇനി ഇതിൽ ആദ്യം വരുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് എന്ന് പറഞ്ഞാല് സമപാർശ്വ ത്രികോണം എന്ന് പറയും മലയാളത്തില്. പാർശ്വങ്ങൾ തുല്യമായിരിക്കും. എന്നാൽ ഈ ട്രയാങ്കിളിലെ ഈ 2 വശങ്ങൾ തുല്യമായിരിക്കും, പിന്നെ ഒരു ബേസും ഉണ്ടാവും. ഇതിനാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുക. 2 വശങ്ങൾക്ക് തുല്യമായ അളവായിരിക്കും. അപ്പം ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ, അതായത് ഇവിടുത്തെ ഈ ആംഗിളും ഇവിടുത്തെ ഈ ആംഗിളും തുല്യമായിരിക്കും. അപ്പോഴേ ഈ വശങ്ങൾ തുല്യമായി വരുള്ളൂ. ഓക്കെ, ഇൻക്ലൂഡഡ് ആംഗിൾ തുല്യമായിരിക്കും, 2 വശങ്ങളും തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുക. ഇതിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ നമുക്ക് ഹാഫ് ബി എച്ച് തന്നെയാണ്. അതായത് ഈ ബേസിനെ ഈ ഹൈറ്റ് കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഹൈറ്റ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല, നമുക്ക് ഈ വശങ്ങളുടെ നീളമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ കാണാൻ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ബി ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാല്, ബി എന്ന് പറഞ്ഞാൽ ഈ ബേസിന്റെ പകുതിയാണ് ബി. ബേസിന്റെ നീളത്തിന്റെ പകുതി എടുക്കുക. പിന്നെ എസ് എന്ന് പറഞ്ഞാൽ ഈ 2 തുല്യമായ വശങ്ങൾ, അതിലൊന്നിന്റെ നീളം, അതിനെ സ്ക്വയർ ചെയ്യാം, മൈനസ് ബി സ്ക്വയർ, അതിന്റെ റൂട്ടിലിട്ടിട്ട് അതിന്റെ വില കാണുക. ഇത് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ചിന് പകരം നമ്മൾ എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ വരുന്നുണ്ട്. ഏത് കുറച്ച് ഇയർ ആണ് അത് പിന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഒന്നുകിൽ ഹാഫ് ബി എച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഹാഫ് ബി എച്ച് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏരിയ കാണാം. അതേപോലെ പെരിമീറ്റർ കാണണമെങ്കിൽ 2 വശങ്ങൾ 2s പ്ലസ് ബേസ് ആണ്. ക്യാപിറ്റൽ ബി കൊടുത്തത് ബേസിനാണ്. നമുക്ക് കാണാം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ.